2023 ഏറ്റവും വലിയ നഷ്ടം. അച്ഛനും അമ്മയും കുറെ കൂട്ടുകാരും പോയി. ചോദിച്ചോട്ടെ, ഓക്കെ ആണോ? ഏറ്റവും നഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ പോകുമ്പോഴായിരിക്കും ഉറപ്പായിട്ടും. ഇത്ര സോഫ്റ്റ് ആയിട്ട് ഒരാൾ സ്ത്രീ വിരുദ്ധനാണ്, അങ്ങനെ ഒരു ലേബലൊക്കെ. ഞാൻ ഒരിക്കലും ഒരു സ്ത്രീ വിരുദ്ധനല്ല. ആരോപണങ്ങളൊക്കെ പറ്റാവാം, അതിപ്പോ സുരേഷ് ഗോപി ചേട്ടനെതിരെയും വന്നിട്ടുണ്ട്. സ്ത്രീകളെ ഉപഭോഗ വസ്തുവാക്കരുതെന്ന് മാത്രമേ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളൂ. അവാർഡ് വാങ്ങിക്കുന്ന ചടങ്ങിൽ പറഞ്ഞത് അത് മാത്രമാണ്. സ്ത്രീകളെ തന്ന് പ്രലോഭിപ്പിക്കും. ഞാൻ നല്ല നടനാണ്, പക്ഷെ എനിക്കറിയാം ഞാൻ നല്ല മനുഷ്യനാണ്. പ്രതിപക്ഷ നേതാവിനേക്കാളും വലിയ നല്ല നടനാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇന്നിപ്പോ കുഞ്ചൻ നമ്പ്യാർക്ക് കേരളത്തിൽ ജീവിക്കാൻ പറ്റുമെന്ന്. ഒരു നർമ്മം പോലും ഒരാൾക്കും പറയാൻ പറ്റില്ല, ഒരു സത്യം പോലും പറയാൻ പറ്റില്ല. തുറന്നു പറച്ചിലുകൾ കൊണ്ട് ചേട്ടന്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ. എന്റെ ഭാര്യയെ കൊണ്ട് മാത്രമേ എനിക്ക് ബുദ്ധിമുട്ടുള്ളൂ. സ്ത്രീ വിരുദ്ധൻ എന്നൊക്കെ പറയുമ്പോഴേക്ക് അത് കേൾക്കുന്ന ഭാര്യയുടെ അവൾക്കറിയാം എന്റെ സ്ത്രീ വിരുദ്ധം എന്താണെന്ന്. ഹലോ ആൻഡ് വെൽക്കം ടു ന്യൂ ടോക്സ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മായാവനത്തിൻ്റെ വിശേഷങ്ങളുമായി നമ്മുടെ സ്വന്തം അലൻസിയർ ചേട്ടൻ ആൻഡ് അഖില. ഹലോ, വെൽക്കം. എന്താണ് മായാവനം? ഭൂമി തന്നെ ഒരു മായാവനമല്ലേ? നമ്മുടെ ഉള്ളില്, എല്ലാ മനുഷ്യരുടെ ഉള്ളിലും നന്മയും തിന്മയും ഉണ്ട്. നമ്മുടെ രാജ്യം ഒരു മായാവനത്ത്, അല്ലെങ്കിൽ ഭൂമി ഒരു മായാവനത്തിലാണ് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അത് തന്നെയാണ് ഈ സിനിമ പറയുന്നത്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? എല്ലാം ചുറ്റിക്കറങ്ങലല്ലേ? മായാവനം എന്ന് പറയുമ്പോൾ ലൈക്ക് ഒരു മാജിക്കൽ ഫോറസ്റ്റ് അങ്ങനെയാണോ എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ അതിനകത്ത് വേറൊരു തരം സ്പിരിച്വൽ അർത്ഥം കൂടിയുണ്ട്. അതെന്താ അർത്ഥം? എന്താ? ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണോ? ഉണ്ടോ? ഉണ്ട്. ഇങ്ങനെ കറങ്ങുന്നു. അത് അതിന്റെ അച്ചുതണ്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അച്ചുതണ്ടുണ്ടോ ഭൂമിക്ക്? അതൊരു ഇമാജിനറി ആയിട്ടുള്ള അത്രയൊക്കെ തന്നെയാണ്. അതാണ് മായാവനം. സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഇതിപ്പോ എവിടെയായിരുന്നു ഷൂട്ടിംഗ് ഒക്കെ? ഷൂട്ടിംഗ് എവിടെയായിരുന്നു? വാഗമൺ. അഖിലയുടെ അല്ല, കംപ്ലീറ്റ്ലി അല്ല, കുറച്ച് പോർഷൻ പാലക്കാടായിരുന്നു, ഞങ്ങളുടെ പോർഷൻ വാഗമണ്ണായിരുന്നു. അലൻസിയറിന്റെ എത്രാമത്തെ ഇന്റർവ്യൂ ആയിരിക്കും ഇത്? എത്ര ഇന്റർവ്യൂസ് കൊടുത്തിട്ടുണ്ടെന്ന് വല്ല ഓർമ്മയുണ്ടോ? കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട് ഒരുപാട്. എന്താ ഇന്റർവ്യൂസിനോട് എന്തെങ്കിലും അപ്പോൾ ഒരു വെറുപ്പുണ്ടോ, കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാനായിട്ട്? അല്ല, ഇന്റർവ്യൂസിനോട് വെറുപ്പൊന്നുമല്ല, പറയുന്നത് അതേപടിയല്ല കേൾക്കുന്നത് രാജ്യം, അല്ലെങ്കിൽ ഈ വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഞാൻ രാജ്യം പറയുമ്പോൾ ഇന്ത്യ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ലോകത്തെ എല്ലാ കഥകളും ഒരാൾ പറയുന്ന അതേ അർത്ഥത്തിലല്ല എടുക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇന്നിപ്പോൾ കുഞ്ചൻ നമ്പ്യാർക്ക് കേരളത്തിൽ ജീവിക്കാൻ പറ്റുമെന്ന്. ഒരു നർമ്മം പോലും ഒരാൾക്കും പറയാൻ പറ്റില്ല, ഒരു സത്യം പോലും പറയാൻ പറ്റുന്നില്ല. ഒരു സാഹിത്യ സൃഷ്ടികൾ പോലും ഉണ്ടാക്കാൻ പറ്റാത്ത തരത്തിൽ പല കവിതകളും സാഹിത്യകാരന്മാരും എഴുത്തുകളും നടത്തുകയാണ്. ചലച്ചിത്രകാരന്മാർ ചലച്ചിത്രം ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. കാരണം നാവടക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു സൊസൈറ്റിയുടെ അടുത്ത് നാവടക്കി തന്നെ ഞങ്ങൾ ജീവിച്ചോളാം എന്ന് പറഞ്ഞാൽ അവർ കീഴടങ്ങിയാണ്. അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൻ്റെ ഉള്ളിൽ കരി വെടിവെച്ച് കൊന്നുകളയും ആ അവസ്ഥയാണ്. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചിട്ടാണോ അപ്പോൾ ചേട്ടൻ പറയുന്നത്? അതെ അതെ. അത് ഇഷ്ടപ്പെടുന്നില്ല? ഇല്ല. അപ്പോൾ നിങ്ങൾ ബോഡി ഷേമിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് പറഞ്ഞുകൂടാ? അത് പറയുന്നുള്ളൂ. അതെ. ഈ ബോഡി ഷേമിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ റീസെൻ്റ്ലി ചേട്ടൻ്റെ ഇൻ്റർവ്യൂസിൻ്റെ മുമ്പ് ഒരെണ്ണം കണ്ടായിരുന്നു. ഒരു ഇൻ്റർവ്യൂവിനകത്ത് വന്ന റിപ്പോർട്ടറിൻ്റെ അടുത്ത് തടിച്ച് ഉരുണ്ട, കറുത്തുരുണ്ട എന്നിങ്ങനെ പറയുന്നൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇതുപോലെ കമൻസിനകത്തും ഇതേപോലെ രണ്ട് നിലപാടുകൾ പറയുന്നുണ്ട്. ഒരാളെ വെളുത്ത് തുടുത്ത എന്ന് പറയുന്നത് അയാൾക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ കറുത്ത് തടിച്ച എന്ന് പറയുന്നതും ഇഷ്ടപ്പെടുന്നതല്ലേ ഇത്? അപ്പോൾ ചേട്ടനത് ഏത് അർത്ഥത്തിലാണ് പറഞ്ഞത്? അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച സാധനം എന്ന് പറയുന്നത്, ഒരു നമുക്കിപ്പോൾ ഓസ്കാർ അവാർഡിന് കിട്ടുന്ന പ്രതിമ എന്ന് പറയുന്നത് കറുത്ത രൂപമുള്ള ഒരു മെക്സിക്കൻ സൗന്ദര്യമുള്ള ഒരു കറുത്ത രൂപമുള്ള ഒരു മനുഷ്യൻ്റെ രൂപത്തിലാണ് അത് കൊടുക്കുന്നത്. ഓസ്കാർ അവാർഡിന് പ്രതിമ കൊടുക്കുന്നത് അത് വെറും പ്രതിമ മാത്രമാണ്. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കൂടെ അപമാനിക്കരുത് എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ഞാൻ അദ്ദേഹത്തെ ബോഡി ഷേമിങ് നടത്തിയതല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ദ്രൻ ചേട്ടനെ എത്ര തവണ നിങ്ങൾ അപമാനിച്ചിരിക്കുന്നു? നിങ്ങളുടെ സൊസൈറ്റി, മാധ്യമങ്ങൾ അദ്ദേഹത്തെ കൊടക്കമ്പി എന്നല്ലേ വിളിക്കുന്നത്? അത് ബോഡി ഷേമിങ് അല്ലേ? അതെ, തീർച്ചയായും. അപ്പോൾ അങ്ങനെയാണ് ചേട്ടൻ ഉദ്ദേശിച്ചത്? അത്രേ ഉള്ളൂ. അപ്പോൾ ഒരാളെ കറുത്ത് ഉരുണ്ട എന്ന് പറയുന്നത് തെറ്റല്ല? ഒരിക്കലും അല്ല. അത് അദ്ദേഹത്തിന് അഭിമാനമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഈ കേൾക്കുന്ന ആൾക്ക് അതൊരു വിഷമമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്കൊരു ഗിൽറ്റി തോന്നില്ലേ? കേൾക്കുന്ന ആൾക്ക് വിഷമം തോന്നിയാൽ അത് എൻ്റെ കുറ്റമല്ലല്ലോ. അല്ല. അദ്ദേഹം അത് മനസ്സിലാക്കാതെ പോകുന്ന എൻ്റെ കുഴപ്പമാണ്. അല്ല.
ചേട്ടൻ എപ്പോഴെങ്കിലും ഇതുപോലെ ഒരാൾ പറഞ്ഞ എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? എനിക്ക് അങ്ങനെ വിഷമിക്കാൻ നേരേ ഉള്ളൂ. എന്നെ എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു, എന്തെല്ലാം ചർച്ചകളിൽ എന്നെ എന്തെല്ലാം പേരുകളാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എനിക്കങ്ങനെ വിഷമം തോന്നാറില്ല. വിഷമിച്ചു കഴിഞ്ഞാൽ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇല്ല. ഓരോ നിമിഷവും സന്തോഷിക്കുക എന്ന് വിചാരിച്ചിരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ അലൻസിയർ എന്നൊരാൾ ഒരു സ്ത്രീ വിരുദ്ധനാണ്, അങ്ങനെ ഒരു ലേബലൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ചേട്ടനത് നിരസിക്കുമോ? ഞാൻ ഒരിക്കലും ഒരു സ്ത്രീ വിരുദ്ധനല്ല. അല്ല. എൻ്റെ കൂടെ വർക്ക് ചെയ്ത പെൺകുട്ടികൾ ഇഷ്ടം പോലെയുണ്ട്. അവരാരെങ്കിലും പറയട്ടെ, ഞാൻ അവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, പരാമർശിച്ചിട്ടുണ്ടോ, അവരെ തൊട്ട് നോവിച്ചിട്ടുണ്ടോ എന്ന് പറയട്ടെ. ആരോപണങ്ങളൊക്കെ വരുന്നതാവാം. അതിപ്പോൾ സുരേഷ് ഗോപി ചേട്ടനെതിരെയും വന്നിട്ടുണ്ട്. എന്ത് ചെയ്തിട്ടാണ്? അത്രയും മ്ലേച്ഛതയിലേക്ക് രാഷ്ട്രീയം നീങ്ങുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ അദ്ദേഹമായിട്ട് ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ല. എന്തിനാണ് അങ്ങനെ ദുർവ്യാഖ്യാനങ്ങൾ ചെയ്യുന്നത്? ഇന്നലെ മമ്മൂക്ക പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പങ്കുവെച്ചു കുട്ടികളുമായിട്ട്. സിഗരറ്റിന്റെ എന്ത് തരം ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ മായാവനത്തിലാണ് നമ്മൾ കുടുങ്ങിക്കിടക്കുന്നത്. നമ്മൾ പറയുന്നത് വേറെ രീതിയിലാണ് എടുക്കുന്നത്. ഓക്കെ, അഖിലയുടെ ക്യാരക്ടറിനെ കുറിച്ചിട്ട് പറയാമോ? എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അക്കിപ്പെണ്ണെന്നാണ്. കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കുറച്ച് ഫൈറ്റ് റിലേറ്റഡ്, ഇതിൽ കുറച്ച് ചെറിയ ചെറിയ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മാഫിയ സാറിൻ്റെ കൂടെ ഫസ്റ്റ് ടൈമാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള റോളായിരുന്നു. നമ്മൾ ആ മഹേഷിന്റെ പ്രതികാരമൊക്കെ കണ്ട സമയത്ത് ചേട്ടൻ ഇങ്ങനെ ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള ട്രാക്കിൽ കയറുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ലൈക്ക് ആദ്യം അത്രയും ഒരു കോമഡി ആയിട്ടുള്ള ഒരാള്, പിന്നെ വേറെ അത് പ്രതിപക്ഷ നേതാവ് വരെ പറഞ്ഞു, എന്ത് ഞാൻ നല്ല നടനാണ്, പക്ഷെ എനിക്കെന്നറിയാം ഞാൻ നല്ല മനുഷ്യനാണ്. പ്രതിപക്ഷ നേതാവിനേക്കാളും വലിയ നല്ല നടനാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഈ രാഷ്ട്രീയ നിലപാടുകളൊക്കെ ഇങ്ങനെ തുറന്നു പറച്ചിലുകൾ കൊണ്ട് ചേട്ടൻ്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടോ? എൻ്റെ ഭാര്യയെ കൊണ്ട് മാത്രമേ എനിക്ക് ബുദ്ധിമുട്ടുള്ളൂ. ഭാര്യയെ കൊണ്ട് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? അല്ല, അവരാണ് ഇതെല്ലാം കേൾക്കേണ്ടി വരുന്നത്. ഞാനിത് അങ്ങ് കളയും. ഞാനിപ്പോ പറഞ്ഞു, അതങ്ങ് പോയി. അത് കൊള്ളേൻ്റെ അടുത്ത് കൊള്ളും. പക്ഷെ ഏൽക്കുന്നത് വീട്ടിലിരിക്കുന്ന ഭാര്യയ്ക്കാണ്. അവളാണ് സങ്കടപ്പെടുന്നത്. ഈ ചേട്ടനെതിരെ അപ്പൊ ഇതുപോലെ ന്യൂസസും കമന്റ്സും ഒക്കെ വരുമ്പോൾ ആൾ ഒരുപാട് വിഷമിക്കാറുണ്ടോ? തീർച്ചയായിട്ടും അല്ലേ? അപ്പൊ ഈ ഭർത്താവിനെ സ്ത്രീ വിരുദ്ധൻ എന്നൊക്കെ പറയുമ്പോഴേക്ക് അത് കേൾക്കുന്ന ഭാര്യയുടെ എന്താ ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അവൾക്കറിയാം എന്റെ സ്ത്രീ വിരുദ്ധം എന്താണെന്ന്. നാട്ടുകാർ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഇല്ല, ഒരു സ്ത്രീ വിരുദ്ധൻ അല്ലാത്തൊരു മനുഷ്യനാണ് നമ്മൾ ഈ ഇന്റർവ്യൂവിൽ കൂടെ തന്നെ പറഞ്ഞല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ഒരിക്കലും സ്ത്രീകളെ ആക്ഷേപിച്ചിട്ടില്ല. സ്ത്രീകളെ ഉപഭോഗ വസ്തുവാക്കരുതെന്ന് മാത്രമേ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളൂ. അവാർഡ് വാങ്ങിക്കുന്ന ചടങ്ങിൽ പറഞ്ഞത് അത് മാത്രമാണ്. സ്ത്രീകളെ തന്ന് പ്രലോഭിപ്പിക്കരുത്. അത് ഈ ഒരു പ്രതിമ കിട്ടിക്കഴിഞ്ഞാൽ പ്രലോഭിതനാവുമോ? ഒരിക്കലും ഇല്ല. എനിക്കൊരു ശരീരം കിട്ടിയാൽ പോലും പ്രലോഭനം തോന്നുന്നില്ല. അപ്പോ ലൈക്ക് അന്നപ്പോ അതെന്താ ഒരു ടങ് സ്ലിപ്പായിട്ട് വന്നതാണോ? ആ ഒരു അല്ല, അതാണ് പറഞ്ഞു, ഒരു നർമ്മം പോലും പറയാൻ അവസരമില്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത് വെറുതെ ഒരു കോമഡി ആയിട്ടാണ് പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത് വേറെയാണ്. എന്തിനാണ് നിങ്ങൾ ഈ സ്ത്രീ ശരീരത്തിൽ തന്നെ ഇങ്ങനെ സ്ഥിരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു വെറൈറ്റി വേണ്ടേ? ഒരു പുത്തൻ സാധനം തരണം എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ ഞാൻ സ്ത്രീകളെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നിങ്ങൾ എന്തിനാണ് സണ്ണി ലിയോണിനെ കൊണ്ട് നടന്ന് ആഘോഷിക്കുന്നത്? അവരെന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകിയത്? അവരവരുടെ ശരീരം കൊടുത്തിട്ടും കാണിച്ചിട്ടുമാണ് അവർ ജീവിതം ഉണ്ടാക്കിയത്. അതുപോലെ പല സ്ത്രീകളും അങ്ങനെ ജീവിക്കരുത് എന്ന് പറയാനാണ് ഞാൻ ആ ധ്വനി ഉദ്ദേശിച്ചത്. അല്ലാതെ ഞാൻ ആ സ്ത്രീകളെ ആക്ഷേപിക്കാൻ പറഞ്ഞതല്ല. ഒരിക്കലും അങ്ങനെ ആകരുത്. സ്ത്രീകളെ ഇങ്ങനെ കാണിച്ച് വിറ്റ് നിങ്ങൾ ഒരു കലാസൃഷ്ടി ഉണ്ടാക്കണ്ട. എന്തുകൊണ്ടൊരു പുരുഷ ശരീരം തന്നുകൂടാ എന്നാണ് ഞാൻ ചോദിച്ചത്. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ റീസെൻ്റ്ലി കാണുന്നുണ്ട് ഒരുപാട് പേരെടുത്ത് പറയുന്നില്ല, കുറേ നടിമാർ ഇതേപോലെ കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സിങ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ഇനാഗുറേഷനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനെയും ഈ ഒരു രീതിയിൽ നമുക്ക് കൂട്ടാൻ പറ്റുമോ? അപ്പോൾ അവിടെയും ഇതുപോലെ ഒരുപാട് ആൾക്കൂട്ടങ്ങളുണ്ട്. അവരുടെ ബാക്കിൽ നിന്ന് വീഡിയോസ് എടുക്കുന്നു, ഫ്രണ്ടിൽ നിന്ന് വീഡിയോസ് എടുക്കുന്നു, അത് പിന്നെ വൈറലാവുന്നു. ലൈക്ക് അതിനെ ഈ ഒരു രീതിയിൽ നമുക്ക് കൂട്ടാൻ പറ്റുമോ? അതൊരു മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൊള്ളാം. ഓക്കെ, നമുക്കൊരു ചെറിയൊരു സെഗ്മെന്റിലോട്ട് പോയാലോ? വീണ്ടും കൊടുക്കാനാണോ? അല്ലല്ല. 2023 ലൈഫിൽ എടുത്ത ഏറ്റവും നല്ല തീരുമാനം എന്തായിരുന്നു? ഇതുവരെ എടുക്കാത്ത തീരുമാനങ്ങളൊന്നുമില്ല. എല്ലാം തെറ്റിയിട്ടുണ്ട്. എടുത്ത തീരുമാനങ്ങളൊക്കെ അത് വെറുതെ
ഏറ്റവും നല്ലൊരു തീരുമാനം എന്തായാലും 2023 എടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യണം, നല്ല നാടകങ്ങൾ അവതരിപ്പിക്കണം. എടുത്ത തീരുമാനം 2023. 2024 ഇത്. ആ 2023 എടുത്ത നല്ല തീരുമാനം. ഭാര്യ എന്നെ വിട്ടുപോകരുത്. പോവരുത്. എടുത്ത തീരുമാനം അതാണ്. ആ അപ്പം ഞാൻ കുറച്ച് മര്യാദയ്ക്ക് ജീവിക്കണം എന്നുള്ളതാണ്. അഖിലയോ? എന്നെ സംബന്ധിച്ചോളം മായാവൻ എന്നുള്ള മൂവി ചെയ്യാനുള്ള ഡിസിഷനാണ് 2023 ഞാൻ എടുത്ത ഏറ്റവും നല്ല ഡിസിഷൻ. കാരണം എനിക്ക് നല്ലൊരു സ്പേസ് ഉണ്ട് അഭിനയിക്കാനുള്ള. എനിക്ക് ഇങ്ങനത്തെ റോളുകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ കുറച്ച് ചലഞ്ചിങ് ആണ്, ഫൈറ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഒരുപാട് ഹാപ്പിയാണ് ഞാൻ ഈ റോളിൽ. ഓ, മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ടുള്ള ആളാണോ? ഞാൻ ബേസിക് കളറി, ബേസിക് ഫൈറ്റ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ചെറുതായിട്ട് ചെയ്യും. ചെറുപ്പം തൊട്ട് എനിക്ക് ബ്രദർ ഉണ്ട്, അപ്പൊ അങ്ങനെ ഇടിച്ചു തുടങ്ങിയ ശീലമാണ്. അപ്പൊ എന്തായാലും അതൊക്കെ യൂസ് ആയിട്ടുണ്ട് ഇവിടെ എനിക്ക്. യൂസ് ആയിട്ടുണ്ട്. അൽസിനേട്ടാ മാർഷൽ ആർട്സ് ഒക്കെ അറിയുന്നല്ല, കളരിയൊക്കെ അറിയുന്ന? ഞാൻ കരാട്ടെ പഠിച്ചിട്ടുള്ള. കരാട്ടെ. എന്റെ സ്റ്റണ്ട് കണ്ടു നോക്കണം സിനിമ ഇറങ്ങുമ്പോൾ. ഇതിനകത്ത് അടിപൊളി സ്റ്റണ്ടാണ് അല്ലേ? ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കൈൻഡ് ഓഫ്. ഓ, അടിപൊളി. ഞാൻ പക്ഷെ എന്റെ അനിയനായിട്ട് കൂട്ടിമുട്ടിയിട്ടില്ല. ഇത് പറഞ്ഞ പോലെ എന്റെ അനിയനായിട്ട് ഞാൻ ഇതുവരെ കൂട്ടിമുട്ടിയിട്ടില്ല. ഈ മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ട് റിയൽ ലൈഫിൽ എപ്പോഴെങ്കിലും ഇത് ഇങ്ങനെ യൂസ് ആയിട്ടുണ്ടോ? ഞാൻ പ്രീ ഡിഗ്രി കാലത്ത് ഗിറ്റാർ പഠിച്ചിട്ടു, അതെനിക്ക് ഉപയോഗപ്പെടാൻ പറ്റിയില്ല. നാടകം പഠിച്ചതുകൊണ്ട് സിനിമ അഭിനയിക്കാൻ പറ്റി. കരാട്ടെ പഠിച്ചുകൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. എന്നാലും ഒരു പ്രശ്നം വരാണെങ്കിൽ ഒരു ഇടിയൊക്കെ കൊടുക്കാം. അത് തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട്, വാങ്ങിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്, റിയൽ ലൈഫിൽ അതുകൊണ്ട് യൂസ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ. അടുത്തത് 2023 നിങ്ങൾ രണ്ടാളും എടുത്ത ഏറ്റവും മോശം തീരുമാനം എന്തായിരുന്നു? മോശം തീരുമാനം അങ്ങനെയില്ല. ഞാൻ കാണുന്നത് ഏതൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ്. നമ്മൾ ഒരു കാര്യം ചെയ്ത് അത് വർക്കായില്ലെങ്കിൽ നമുക്ക് അതിൽ നിന്നൊരു ലേണിംഗ് ആണ് കിട്ടുന്നത്. അപ്പം ഞാൻ എപ്പോഴും ജീവിതത്തെ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം എനിക്ക് ഇന്ന കാര്യം മോശമായി പോയെന്ന് പറയാൻ എനിക്കറിയാം, ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. 2023 എടുത്ത എല്ലാം ഒട്ടുമിക്കത് നല്ലത് തന്നെയായിരുന്നു അല്ലേ? നല്ലതെന്നല്ല, നല്ലതാണെങ്കിൽ ചെയ്താലും നമ്മുടെ ജീവിതത്തിൽ എന്ത് വന്നാലും നമ്മൾ ഫേസ് ചെയ്യാൻ, മുന്നോട്ട് പോകാൻ എന്നൊരു മെന്റാലിറ്റിയാണ് എനിക്കുള്ളത്. അപ്പോൾ എന്ത് വന്നാലും ഞാനത് ഫേസ് ചെയ്യും. അപ്പോൾ അതിൽ നിന്നൊരു ലേണിംഗ് കിട്ടും. മോശം എന്ന് പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. അതെ. അലൻസിനോ? ഞാൻ അങ്ങനെ മോശം തീരുമാനമൊന്നും എടുത്തിട്ടില്ല. എടുക്കേണ്ട കാര്യമില്ല. ഇതുവരെ എടുത്ത തീരുമാനത്തിൽ റിഗ്രറ്റ് ഒന്നും തോന്നിയിട്ടില്ല അല്ലേ? ഇല്ല. അടുത്തത് 2023 കിട്ടിയ ഏറ്റവും നല്ലൊരു സമ്മാനം, നല്ലൊരു ഗിഫ്റ്റ് എന്തായിരുന്നു? എനിക്ക് കിട്ടിയത് സ്റ്റേറ്റ് അവാർഡാണ്. ആ പ്രതിമയാണ്. അതെ. ഈ 2 ആൺമക്കളാണ് ഉള്ളത്. ഞാനതിന് എൻ്റെ പെൺമകളെ പോലെയാണ് സൂക്ഷിച്ച് കൊണ്ടുപോയിരിക്കുന്നത്. ഓ, കേട്ടോ, ഈ മനുഷ്യനെയാണ് മോളെ പോലെയാണ് കാണുന്നത്. അതിന് എന്തൊക്കെയാ പറഞ്ഞത്? അയ്യോ, എനിക്ക് ഭയങ്കര പാവം തോന്നിയത് കേട്ടപ്പോ. അതാണ് പറഞ്ഞൊരു മായാവനം. അല്ല, ഞാൻ എൻ്റെ അമ്മ മരിച്ചു പോയിട്ട് 2 വർഷമായി. എൻ്റെ അമ്മ എന്നോട് ഇന്നും രാത്രിയും എന്നോട് ഒന്ന് സംസാരിക്കുന്ന ആളാണ്. പണ്ട് വി.ആർ. കൃഷ്ണ സാറ്, സുപ്രീം കോടതി ജഡ്ജായിരുന്ന സാറ് പറഞ്ഞു, എൻ്റെ ഭാര്യയുമായിട്ട് മരണത്തിന് ശേഷവും ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. അന്ന് ഞാനത് വായിച്ചിട്ട് വിശ്വസിച്ചില്ല. പക്ഷേ എനിക്കിപ്പോൾ വിശ്വാസമുണ്ട്. നമുക്ക് മരിച്ചുപോയ ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ പറ്റും. ജീവിച്ചിരിക്കുന്നവരുമായിട്ട് മാത്രമല്ല. ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മയോട് പറയും. സ്വപ്നത്തിലാണോ എന്ന് എനിക്കറിയില്ല. അത് ഏത് മായാവനമാണെന്ന് എനിക്കറിയില്ല. എന്നോടൊന്ന് അമ്മ തട്ടി വിളിച്ച് വർത്താനം പറയും രാത്രി. എൻ്റെ ഭാര്യ കിടന്നുറങ്ങുന്ന എന്നോട് ചോദിക്കും, എന്തിനാ ആരോടായി സംസാരിക്കുന്നത്? അപ്പം ഞാൻ പറയും എൻ്റെ അമ്മയോട് സംസാരിക്കാം. ഞാൻ സംസാരിക്കും, ഉച്ചത്തിൽ സംസാരിക്കും. എൻ്റെ അമ്മ പറയുന്നത് എനിക്ക് കേൾക്കാം. എനിക്ക് അമ്മയും ഭാര്യയും 2 ആൺമക്കളും എനിക്ക് കൂട്ടുകാരികളുള്ള ഒരു മനുഷ്യനാണ്. എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാവാം, അത് എല്ലാ മനുഷ്യർക്കും പറ്റുന്നതാണ്. അതിന് എന്നെ സ്ത്രീവിരുദ്ധനാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പോ എന്റെ വിചാരണയാണോ നടത്തുന്നത്, അതോ മായാവനത്തിന്റെ പ്രൊമോഷനാണോ? മായാവനത്തിന്റെ പ്രൊമോഷൻ. തുറന്നു പറയുന്ന ഒരാളുടെ അടുത്ത് നമുക്ക് കേട്ടോണ്ടിരിക്കാൻ നല്ല രസമല്ലേ? കേട്ടോണ്ടിരിക്കാൻ രസമാണ്. ബാക്കി ഇനി വരാനിരിക്കുന്ന ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം അത് ലൈക്ക് മോളെ പോലെയാണ് അത് കണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ലൈക്ക് എനിക്കാണെങ്കിൽ പോലും നമ്മൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ട പല സംഭവങ്ങളും ഇപ്പം ഒരുപാട് വ്യത്യാസം തോന്നുന്നുണ്ട്. ശരിക്കും വ്യത്യാസം വരട്ടെ. അതെ, 2024 അല്ലെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ മൂവി ഒരു സന്തോഷമാണ്. കാരണം എന്നെ സംബന്ധിച്ചോളം എനിക്ക് മൂവിയാണ് ഏറ്റവും സന്തോഷം. വെരി പാഷനേറ്റ് ആക്ടർ. അപ്പോൾ അതിനുശേഷം വേറൊരു മൂവി ഞാൻ കമ്മിറ്റ് ചെയ്തു. അത് വർക്ക് നടക്കുന്നേ ഉള്ളൂ. അപ്പം ഇത് രണ്ടുമായിരിക്കും എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. 2023 ഏറ്റവും വലിയ നഷ്ടം? അച്ഛനും അമ്മയും.
രണ്ടാളും പോയി. ഒന്നും പറയാനില്ല. കുറെ കൂട്ടുകാരും പോയി, കുറെ കൂട്ടുകാരും പോയി. ചോദിച്ചോട്ടെ, ഓക്കെ ആണോ? വെള്ളം വേണം. സോറി, ചോദിച്ചോ. വിഷമമായോ? ഓക്കെ, സോറി. 2023 ഏറ്റവും വലിയ നഷ്ടം? എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എൻ്റെ അച്ഛൻ ഒരുപാട് മുമ്പ് മരിച്ചതാണ്. അപ്പോൾ പെട്ടെന്ന് ഞാൻ അതിൽ വിട്ടുപോയി. 2023 ഏറ്റവും നഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ പോകുമ്പോഴായിരിക്കും ഉറപ്പായിട്ടും. അത് മരണമായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളിന്ന് വിട്ടുപോകുന്നതായിക്കോട്ടെ, അതാണ് ഏറ്റവും വലിയ നഷ്ടം എന്നെ സംബന്ധിച്ചോളം. ഒരുപാട് ഇമോഷണലി സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരാളാണല്ലേ? എനിക്ക് ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടും, ചിരിക്കാൻ തോന്നിയാൽ ചിരിക്കും. ശരിക്കും എൻ്റെ കണ്ണീര് മുഴുവൻ ഞാൻ ചിരിച്ചാണ് മറക്കുന്നു. നീ കരയാൻ തോന്നിയാൽ ഞാൻ കരയും. ചേട്ടൻ ഓക്കെ അല്ലേ? ഓക്കെ, വിഷമിക്കല്ലേ? ഇത്ര സീനിയർ ആയിട്ടുള്ള ഒരാൾ എൻ്റെ മുന്നിൽ നിന്ന് കരയുമ്പോൾ എനിക്ക് വിഷമാവുന്നു. അത് ലൈറ്റ് അടിക്കുന്നുണ്ടാണ്. അയ്യോ, ഇത്ര സോഫ്റ്റ് ആയിട്ടൊരാൾ. ചേട്ടാ, നമ്മൾ പലരും ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു നമ്മുടെ മൈൻഡിലുള്ള അവരെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ചേഞ്ച് ആവുന്നുണ്ട്. സന്തോഷം. അതായിരിക്കും 2024 ഏറ്റവും വലിയ സന്തോഷം. സന്തോഷം. ഓക്കെ അല്ലേ? ഓക്കെ, ഡബിൾ ഓക്കെ. ഓക്കെ, 2024 എടുത്ത ന്യൂ ഇയർ റെസൊല്യൂഷൻ? ഒന്നും എടുത്തിട്ടില്ല. ഒന്നും എടുത്തിട്ടില്ല. ലോൺ അടച്ച് തീർക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊക്കെ അടിപൊളിയായിട്ട് പോകും. പിന്നെ എത്ര സിനിമകളാ. ഓക്കെ അല്ലേ? ഓക്കെ, ഒരു ഷേക്കാൻ തരുമോ? ഓക്കെ, ഡബിൾ ഓക്കെ. ഓക്കെ, ആ പറയ്. ഞാനും പ്രത്യേകിച്ച് റെസൊല്യൂഷൻ ഒന്നും എടുത്തിട്ടില്ല. എടുക്കാറില്ല? എടുക്കാറുണ്ട്, പക്ഷെ ചില സമയം കുറച്ച് നാൾ കഴിയുമ്പോൾ പോകും. അപ്പം ഇപ്രാവശ്യം ഗീവ് ദ ബെസ്റ്റ് എവറി ഡേ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എബൌട്ട് മായാവനം. അപ്പോൾ ഈ ഒരു ഫോറസ്റ്റിലൊക്കെ ഒരു ടൈപ്പ് ഓഫ് ഷൂട്ട്, അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഫോറസ്റ്റിൽ ഷൂട്ട് അപ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റിയുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അതുപോലെ ആനിമൽസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടം പോലെ. അട്ട, ആ മറ്റേ ചോര. രാത്രി ആണ് ഷൂട്ട്. പിന്നെ സ്റ്റണ്ട് സീനുകളൊക്കെ ഉണ്ട് ക്ലൈമാക്സിൽ. അട്ടയെ പേടിക്കണോ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആക്ടറെ പേടിക്കണോ എന്നൊക്കെ ഏത് നിമിഷവും ഇടി വീഴാം, അടികൊള്ളാം, വെടികൊള്ളാം എന്നുള്ള അവസ്ഥയാണ്. പിന്നെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് എനിക്ക് കിട്ടിയത്. എന്നെ ഇതിനകത്തൊക്കെ കെട്ടിത്തൂക്കി ചാരോട്ടൊക്കെ ചാടി ഇറങ്ങി നിൽക്കണം. എന്നിട്ട് കൂടെ അപ്പുറത്ത് നിന്നിട്ട് ഈ ഇലകൾ ഇങ്ങനെ പറത്തും. അപ്പൊ ദേഹം മുഴുവൻ ഈ ഇലകൾ വീഴുക, അട്ടകൾ വന്നിരിക്കുക. അപ്പൊ അതിനുവേണ്ടി ഡെറ്റോൾ അടിക്കുക, അട്ട പോവാനോ? അട്ട കടിക്കാതിരിക്കാൻ. അങ്ങനെ കുറെ സ്പ്രേകളും പരിപാടികളും ഒക്കെ ഉണ്ട്. അങ്ങനെ വരില്ല എന്നാണ് പറഞ്ഞത് സങ്കല്പം. പക്ഷെ എന്നൊരു അട്ടയും കടിച്ചില്ല. ഇല്ല. അവരെന്നെ സേഫായിട്ട് സൂക്ഷിച്ച് താഴോട്ട് പിന്നെ ട്രെയിനിൽ നിന്ന് ഇറക്കി, അടികൊള്ളാതെ ഞാൻ രക്ഷപ്പെട്ടു. ഇത് കടിച്ചാൽ നമ്മൾ അറിയില്ല അല്ലേ? വലുതാവുന്നവരെ നമ്മൾ അറിയത്തില്ല. അങ്ങനെ പിന്നെയാണ് പാമ്പുള്ള കാര്യം അറിയുന്നത്. നിങ്ങളുടെ കോ ആർട്ടിസ്റ്റുകളൊന്നും അറിഞ്ഞിട്ടില്ല പാമ്പൊക്കെ ഉള്ള കാര്യം. കാടല്ലേ. ഒരു ദിവസം രാത്രിയായിരുന്നു ഷൂട്ട്. അപ്പോൾ നടന്നു പോകുമ്പോൾ ലൈറ്റ് ഇട്ട് വന്നു ഒരു കാറുകാരൻ അടുത്ത വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി. അപ്പോൾ ഒരു പാമ്പ്, പച്ചില പാമ്പാ, അത് ഏതോ കാറ് കയറി ചതഞ്ഞ് കിടപ്പുണ്ട്. അപ്പോഴാണ് പുള്ളിയോട് ചോദിച്ചു ഇതെന്താണെന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു എന്തോ പ്ലാസ്റ്റിക് സാധനം എടുക്കാൻ വേണ്ടി കുഞ്ഞു പേരൊന്ന് തുടർന്ന. അങ്ങനെ
അങ്ങനെ മായാവനത്തുനിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ കുറെ പാമ്പ് കുറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന പണിക്ക് പെയിൻ ഉണ്ട്. നമ്മളെല്ലാം നിങ്ങൾ വിചാരിക്കും താരങ്ങളെ പോലെ ഇങ്ങനെ മിന്നിത്തിളങ്ങി നടക്കുകയാണെന്ന്. എത്ര പെയിൻ എടുത്തിട്ടാണ് ലാലേട്ടനും മമ്മൂക്കയൊക്കെ ഈ സൂപ്പർ സ്റ്റാറിന്റെ പദവിയിലെത്തിയത്. ആരും നമ്മൾ കൊണ്ടിട്ട് കൊടുത്ത സിംഹാസനമല്ലല്ലോ, അവര് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയത്. എത്ര മഞ്ഞത്ത്, എത്ര മഴയത്ത്, ഏത് വെയിലത്ത്, ഏത് കടലിൽ, ഏത് മലയിൽ, ഏത് കാട്ടിൽ അവരിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. അല്ലാതെ അവർ പെട്ടെന്ന് അങ്ങനെ സൂര്യൻ ഉദിച്ചു വന്നപ്പോൾ താരമായൊന്നുമല്ല. നിങ്ങളെ താരം എന്ന് പറഞ്ഞാൽ ആരും വിളിക്കേണ്ട കാര്യവുമില്ല. എന്നെ അങ്ങനെ വിളിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് നടനെന്ന് വിളിച്ചാൽ മതി. ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒന്ന് അട്ട, പിന്നെ മഴ പെയ്യുമ്പോൾ ഷോട്ടിന് അടിക്കാൻ നമുക്ക് കയറി നിൽക്കാൻ പോലും ഒരു സ്ഥലമില്ല, കാരണം കാട്ടിലാണ്. പിന്നെ ഞാനാണെങ്കിൽ കുഴി കിടക്കുന്ന സീനുണ്ട്. അപ്പൊ കുഴിയിൽ ഓൾറെഡി കുറെ ചപ്പ് ചവറിട്ടിട്ടുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് അട്ട ഉണ്ടാവും, പുഴു ഉണ്ടായിരുന്നു. അതും കൈയും കാലും ഫേസൊക്കെ കെട്ടിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും സ്കേറി, കാരണം ഞാൻ ആദ്യമായിട്ടാണ് അത്രയും കുഴിക്കുള്ളിൽ കിടക്കുന്നത്. അപ്പോൾ കിടക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സെക്കൻഡ് ഒന്നും അല്ല, കുറച്ച് ടൈം എടുക്കും, പല ഷോർട്സ് എഴുതണം. അപ്പോൾ എൻ്റെ കണ്ണിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ അട്ട എഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ ശരിക്കും ഏറ്റവും സ്കേറി എനിക്ക് അതായിരുന്നു. അതല്ലാണ്ട് അട്ട ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മുടി പിടിച്ച് വലിക്കുന്ന സീൻസ് ഒക്കെ ഉണ്ട് നിലത്തൂടെ. അപ്പോൾ അതൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. നെക്ക് പെയിനും അങ്ങനെ നല്ല എഫേർട്ട് ഇട്ട് ചെയ്തൊരു പടമാണ്. പക്ഷേ നല്ലൊരു ക്യാരക്ടറാണ്, അതുകൊണ്ട് നമുക്ക് എഫേർട്ട് ഇടാൻ ഒരു ബുദ്ധിമുട്ടില്ല, കാരണം വി ഹാവ് ടു ഗിവ് അവർ ബെസ്റ്റ്. അവിടുത്തെ ഈ നാട്ടുകാരുടെയൊക്കെ സഹകരണം എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ലോക്കൽ ഗൈഡ്സ് ഒക്കെ ഉണ്ടായിരുന്നോ? എനിക്ക് കൂട്ടായിട്ട് തൊട്ടടുത്ത് ഒരു കന്യാസ്ത്രീ മഠത്തിലെ കന്യാസ്ത്രീകളുണ്ടായിരുന്നു. ഞാൻ താമസിച്ച സ്ഥലത്ത് വാഗമണ്ണില്. അവരുമായിട്ട് ഞാൻ രാവിലെ വർത്താനം പറയും. അവർ പള്ളിയിലേക്ക് പോകുമ്പോൾ ഞാൻ ഷൂട്ടിങ്ങിന് പോവുകയാണ്. അപ്പോൾ വഴിയിലിറങ്ങും, അവരെ കാണും, അവരോട് സംസാരിക്കും, വിശേഷങ്ങൾ അന്വേഷിക്കും, സ്വസ്ഥമാണോ സുഖമാണോ എന്ന് ചോദിക്കും, പ്രാർത്ഥന കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഉണ്ടെന്ന് അവർ പറയും. ഞാൻ പറഞ്ഞു എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ദൈവവിശ്വാസിയല്ല ആണ്, പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങുന്നത്. പക്ഷെ ഞാൻ നേരെ തിരിച്ചു പറയും. വെറുതെ അവരുടെ വിശ്വാസം എന്താണെന്ന് നമുക്കറിയണമല്ലോ. അങ്ങനെ കന്യാസ്ത്രീകളായിരുന്നു എനിക്ക് വാഗമണ്ണിലെ കൂട്ട്. അപ്പോൾ നിങ്ങളുടെ ഭക്ഷണമൊക്കെ എങ്ങനെയായിരുന്നു അവിടെ? അത് സെറ്റിൽ കൊണ്ടുവരും. അങ്ങനെ സ്ഥിരം പതിവ് കഞ്ഞിയും പയറും ഉണക്കമീനും അതൊക്കെ തന്നെയായിരുന്നു. എനിക്കൊന്ന് സോഷ്യൽ മീഡിയയിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനെ 1-2 പേരൊക്കെ മൂവിയിലുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. അവരുടെയൊക്കെ എനിക്കൊന്ന് ഇപ്പോൾ കുറേ സിനിമയിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയ എന്നുള്ള ആളുകളും ഒക്കെ വരുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു കാസ്റ്റിംഗ് എങ്ങനെയായിരുന്നു അറിയോ? കാസ്റ്റിംഗ് സംവിധായകന്റെ കാസ്റ്റിംഗ് അല്ലേ, സംവിധാനമല്ലേ നടത്തുന്നത്. കൂടെ അഭിനയിച്ച കുട്ടികളെയൊക്കെ ഈ എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഈ പോസ്റ്ററിൽ കാണുന്നവരൊക്കെ ഗംഭീര പെർഫോമൻസാണ് നടത്തിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവരിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു റിയാക്ഷനാണ് എൻ്റെ ആക്ഷനായിട്ട് മാറുന്നത്. ഞാൻ കൊടുക്കുന്ന ഒരു ആക്ഷനാണ് അവരുടെ റിയാക്ഷനായിട്ട് മാറുന്നത്. അത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റി, എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. അഖിലേക്ക് ഇപ്പോൾ അലൻസിയറേട്ടനായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പം കൂടുതലും അപ്പം സെന്തിലേട്ടനും ജാഫ്രിഡിക്ക് ഒക്കെ ആയിട്ടായിരുന്നു. എനിക്ക് സുധി കോപ്പച്ചേട്ടൻ, സെന്തിലേട്ടൻ, ജാഫ്രിക്ക, പിന്നെ ഹീറോയിൻ അവരുടെ കൂടെയായിരുന്നു കൂടുതൽ കോമ്പിനേഷൻ. അതിൽ ജാഫ്രിക്ക ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഇത്രയും ബെസ്റ്ററായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയത് എൻ്റെ കൂടെയുള്ള കോ ആക്ടേഴ്സിൻ്റെ ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ, അതെല്ലാവരും നന്നായിട്ട് തന്നിട്ടുണ്ട്. സുധി കോപ്പച്ചേട്ടനായിക്കോട്ടെ, സെന്തിലേട്ടനായിക്കോട്ടെ, ജാഫ്രിക്ക ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം ചില സീനിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇത്രയും സപ്പോർട്ടീവായിട്ട് എൻ്റെ അടുത്ത് ആരും വന്നിട്ടില്ല. സോ എനിക്ക് അദ്ദേഹത്തിനോടൊരു നന്ദി പറയണമെന്നുണ്ട് ഈ ഇൻ്റർവ്യൂവിലൂടെ. സോ താങ്ക് യു. അലൻസിയറേട്ടൻ്റെ ഇപ്പോൾ ഞാനാണെങ്കിൽ ഇതിനു മുമ്പ് നമ്മളിങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഇങ്ങനെ ഒരു ലേബൽ വരും. നമ്മുടെ സൈജു കുറുപ്പില്ലേ, ചേട്ടനാണെങ്കിൽ എന്താ കടം സ്റ്റാർ അങ്ങനെയൊക്കെ പറഞ്ഞുതരും. അപ്പോൾ അലൻസിയറേട്ടനാണെങ്കിൽ റീസെൻ്റ്ലി ബെഡ് റെസ്റ്റ് സ്റ്റാർ എന്ന് പറഞ്ഞൊരു സംഭവം വന്നായിരുന്നു. അതിനെക്കുറിച്ച് കണ്ടിട്ടുണ്ടായിരുന്നോ? കണ്ടു. അപ്പൊ അങ്ങനെ കടത്തി കളയാൻ പലരും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കിടക്കൂല, ഞാൻ നടക്കും. അങ്ങനെ വീണ്ടും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ വീണ്ടും വരാൻ തുടങ്ങിയോ? അപ്പോ ഇല്ല, അടുപ്പിച്ച് 1-2 ചെയ്തോണ്ട് ചോദിച്ചതാ. അല്ല, 2 സിനിമ, ചതുരവും അപ്പനും. മായാവനത്തിൽ ഞാൻ കിടക്കുകയല്ലോ, പറക്കുകയാണ്, പറന്നടിക്കുക. അപ്പോൾ എന്തായാലും 19-ാം തീയതി മായാവനം ഇറങ്ങട്ടെ, നമുക്ക് കാണാം. അത് നല്ല അടിപൊളി ഒരു സിനിമയാവട്ടെ. അതിന് അഖിലൊക്കെ ഇനി ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ. നമ്മുടെ പേര് നൂർജഹാൻ. നൂർജഹാനും നല്ല വേഷങ്ങൾ കിട്ടട്ടെ.
ഓൾ ദ ബെസ്റ്റ്.